എന്തൊരു മഴയാണ് എന്നിങ്ങനെയാണ് അമ്മേ. ഇടക്കൊക്കെ ഇതുപോലെ ഒരു പെരുമഴ അങ്ങോട്ട് വരും. പഴയ പോലെ അല്ല, കാലാവസ്ഥയൊക്കെ ഒരുപാട് മാറിപ്പോയി. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നാട്ടിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യം തന്നെയാണ് അമ്മേ. ഓ പിന്നെ എന്ത് ഭാഗ്യം ചേട്ടാ. രാവിലെ എഴുന്നേക്കുന്നു, കൊറേ പണി എടുക്കുന്നു, തന്നെയും പിന്നെ അതൊക്കെ തന്നെ ചെയ്യുന്നു, എന്നിട്ട് വൈകുന്നേരം ആവുമ്പോ കിടന്നുറങ്ങുന്നു. അത് തന്നെ ഇവിടത്തെ അവസ്ഥ. പിന്നെ ഇതൊന്നും ഒരു അവസ്ഥയല്ലടി. ഇതൊക്കെ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഓരോരോ കാര്യങ്ങളാ. ഇതൊക്കെ ആസ്വദിക്കണമെങ്കിലേ ഒരു തവണയെങ്കിലും പ്രവാസിയായിട്ട് ജീവിക്കണം, എന്നാലേ മനസ്സിലാവൂ. ഇനി മുതലേ ഈ കാര്യങ്ങളൊക്കെ ഞാനും കൂടി ആസ്വദിച്ചാലോ എന്ന് ആലോചിക്കുന്നു. എന്നോച്ചാ അത് എടാ, രോഹിണിയേ മൂന്നാമതും ഗർഭിണിയാണ് ട്ടാ. ഞാനത് നിന്നോട് പറയാൻ മറന്നുപോയി. ചെലവൊക്കെ കൂടി വരികയാണ്. അടുത്ത മാസം തുടങ്ങി കുറച്ചും കൂടി പൈസ കൂടുതലായിക്കണം കേട്ടാ. ചേട്ടാ, എല്ലാരും ചോദിക്കുന്നുണ്ട് എന്നാണ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോണേന്ന്. ഒരു വിസിറ്റിംഗ് വിസെങ്കിലും എടുത്ത് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകും ചേട്ടാ. അത് ദുബായി ചെന്ന് കുർജി ഖലീഫയുടെ മുന്നിൽ ചെന്ന് നിന്ന് തൊഴുതിട്ട് കണ്ണടക്കണം എന്നാണ് എന്റെ ആഗ്രഹം. നല്ല ആഗ്രഹം നടന്ന തന്നെ. നീ എന്താടാ ഈ പ്രാവശ്യം ബദാമും കശുവണ്ടിയും പിസ്തയൊക്കെ കുറച്ചു കൊണ്ടുവന്നത്? എന്റെ ചേച്ചിമാർക്കും അനിയത്തിമാർക്കും നാത്തൂമാർക്കൊക്കെ കൊടുക്കണ്ടേ? അത് ലഗേജ് അധികം ഉണ്ടായിരുന്നല്ലേ, അതുകൊണ്ടാണ് ഞാൻ അധികം സാധനങ്ങളൊന്നും കൊണ്ടുവരുന്നത്. ഇങ്ങോട്ട് വരുമ്പേ പഴയതൊന്നും കൊണ്ടുവരണ്ടേട്ടാ. പുതിയത് ഞങ്ങക്ക് മേടിക്കണൊക്കെ പെട്ടി നിറച്ചു കൊണ്ടുവന്നാൽ മതി അല്ലേ? അത് ഞാൻ അവിടെ നിന്ന് നിർത്തിപ്പോന്നതാ. രാമ, ഞാൻ എന്താണ് ഈ കേക്കണത്? ഇട നിന്റെ 2 പെങ്ങന്മാര് പെറാറായിട്ട് നിക്കേണ്. ഒരുത്തിക്കാണെങ്കിൽ 3 മാസം, ഒരുത്തിക്ക് 5-6 മാസമാവും അടുത്ത മാസം. ദൈവമേ, അവളിങ്ങോട്ട് കൊണ്ടുവരണ്ടേ? അവളുടെ ആദ്യത്തെ പ്രസവം നമ്മളാണ് നോക്കേണ്ടത്. പിന്നെ കൊച്ചുങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ 28 നടത്തണം. മാമനല്ലേ, നല്ലോണം നോക്കണ്ടേ? ചെലവൊക്കെ നിന്റെ വകയല്ലേ? അതെ ചേട്ടാ, അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. ഈ കടങ്ങളൊക്കെ എങ്ങനെ വിട്ടൂന്നാണ് ചേട്ടൻ വിചാരിച്ചിരിക്കുന്നത്? ഓരോ ദിവസവും ജീവിത ചെലവ് ഇങ്ങനെ കൂടി വരികയാണ്. മോനാണെങ്കിൽ 3000 രൂപ ഫീസ് കൊടുക്കണം, വീട്ടു ചെലവ് വേറെ, അല്ലാത്ത അത്യാവശ്യ കാര്യങ്ങൾ വന്നാൽ അത് വേറെ. ഇവിടെ ജോലി ചെയ്ത് എങ്ങനെ കഴിയാനാണ്? അവിടെയാണെങ്കിൽ ഓവർ ടൈം എങ്കിലും ചെയ്ത് പൈസ ഉണ്ടാക്കാം. ഇതിപ്പോ ചേട്ടനാണെങ്കിൽ എക്സ്പീരിയൻസും കൂടി ഇല്ലാത്തതുകൊണ്ട് എവിടെയും ജോലി കിട്ടൂല. ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയണം? ഭർത്താവ് ഗൾഫിലാന്ന് ഇത്രയും കാലം പറഞ്ഞു. ഇനി പറയണോ ഗൾഫിലെ നല്ല കാണിക്കാത്ത ജോലി ഉപേക്ഷിച്ചിട്ട് ഭർത്താവ് നാട്ടിൽ വന്ന് ജോലി അന്വേഷിച്ചിടക്കണെന്ന്? എനിക്കും ചേട്ടൻ തിരിച്ചു പോകണം തന്നെയാണ് ആഗ്രഹം. ഞാനിവിടെ ഒരു ബിസിനസ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്നു. ബിസിനസ്സാ? ബിസിനസിനെ പറ്റി ചേട്ടന് വല്ല വിവരം ഉണ്ടാ? എന്റെ ആങ്ങളുടെ അവസ്ഥ തന്നെ ചേട്ടൻ അറിയാല. ബിസിനസ് പൊട്ടി അവസാനം നാട് വിടേണ്ട വന്ന്. അത് അവൻ പൈസ എത്തിക്കണ പരിപാടി ചെയ്തിട്ടല്ലേ? അതെന്താണ് ബിസിനസ് അല്ലേ? എന്റെ ആങ്ങള അവൻ ബിസിനസ് നടത്തിയിരുന്നു, പപ്പടത്തിന്റെ ബിസിനസ്. മഴക്കാലത്ത് പപ്പടം ഉണങ്ങാണ്ട് ആ ബിസിനസ് പൂട്ടി. അത് കഴിഞ്ഞപ്പോഴാണ് ഉണക്കമീന്റെ ബിസിനസ് തുടങ്ങിയത്. അപ്പൊ പച്ചമീൻ വില കുറഞ്ഞ്, അപ്പൊ അതോടുകൂടി അതും പൂട്ടി. എന്റെ തമ്പുരാനെ, എന്നിട്ട് അവസാനം ഇതിന്റെയൊക്കെ കടം തീർക്കാനാണ് അവൻ പൈസ എത്തിക്കണ പരിപാടി ചെയ്തത്. അതോടുകൂടി നശിച്ച് നാറാണക്കല്ല് പറിച്ച് അവസാനം കർണാടകത്തിലോട്ട് എവിടെയും കണ്ട് ഒളിച്ചു പോകേണ്ട അവസ്ഥ വന്നു. മര്യാദക്ക് കൂലിപ്പണിക്ക് പോയിരുന്ന ചെക്കനാണ്. അവസാനം ഒരു കൂട്ടുകാരനാണ് ഉപദേശിച്ചത്, അയ്യോ എടാ ബിസിനസ് തുടങ്ങി രക്ഷപ്പെടാന്ന്. ഇതുപോലെ ഒരു കൂട്ടുകാരനായിരിക്കും ചേട്ടനെ ഉപദേശിച്ചതല്ലേ? ആ, ഒരു നിർത്തിപ്പോന്ന ഒരു കൂട്ടുകാരൻ തന്നെ പറഞ്ഞാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും തീരുമാനം എടുക്കേണ്ട ഞാനാണല്ലോ. എടാ മോനെ, നിന്റെ മനസ്സ് പാവം മനസ്സാണ്. ആ മനസ്സുകൊണ്ട് ബിസിനസ് ഒന്നും നടക്കൂലടാ, ശരിയാവൂല. മനസ്സ് വെച്ചിട്ടാണോ ബിസിനസ് ഒക്കെ തുടങ്ങേണ്ടത്? അതൊക്കെ ഒരു വിൽ പവർ അല്ലേ? ഓ, ആ വിൽ പവർ ഒന്നും ചേട്ടൻ ഇല്ലെന്നേ. അത് ശരിയാണ് മോള് പറഞ്ഞത്. അവൻ അത്ര വിൽ പവർ ഒന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ 10-18 വയസ്സിൽ ഒരു പെണ്ണ് തേച്ചെന്നും പറഞ്ഞുകൊണ്ട് പ്രവാസിയാവാൻ ദുബായിക്ക് പോവോ? അയ്യോ പരദൂഷണം പ്രഭ. ചേച്ചിയെപ്പോന്ന് ഞങ്ങള് സംസാരിക്കണ ഒളിച്ചെന്ന് കേക്കായിരുന്നാ? അയ്യോടാ മനമേ, എനിക്ക് ഒരാളുടെ വിശേഷം അറിയാൻ ഒളിഞ്ഞു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയ്യോ, എന്റെ സംസ്കാരം അങ്ങനെയല്ല. ഞാൻ രാവിലെ പുല്ലെത്താൻ പോയതാണ്. പുല്ലെത്തി അവശതയായിട്ട് വന്നപ്പോ ഇത്തിരി വെള്ളം കുടിക്കാമല്ലോ വിചാരിച്ചൊന്നും ഇങ്ങോട്ട് കയറിയതാണ്. അപ്പൊ നിങ്ങളുടെ സംസാരം കേട്ട് അപ്പൊ കേട്ട പാടെ ഇങ്ങോട്ട് വന്നാണ്. അല്ല, ഒളിഞ്ഞു നോക്കി ആൾക്കാരുടെ വിശേഷം അറിയേണ്ട ആവശ്യമൊന്നും പ്രേമക്കില്ല. അയ്യോ പാവം. നീ ഒരു പണി, അപ്പുറത്തെ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്, അതിന് മുകളിലൊരു മൊന്തയും വെച്ചിട്ടുണ്ട്. വെള്ളം എടുത്ത് കുടിച്ചിട്ട് ആ വഴി അങ്ങോട്ട് പോയിക്കോ. ആഹാ, അതെന്താണ് ചേച്ചി അങ്ങനെ ഒരു വർത്താനം? ഓ ഒന്നുമില്ലേ, ഇന്നലെ ഞാനേ പലരക്ക് മേടിക്കാൻ സതീശന്റെ മോന്റെ വീഡിയോ പോയപ്പോ അവനാണ് പറയണത് ഇനി മോൻ പോണില്ലാന്ന്. പക്ഷെ അന്നേരം ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ, ഇപ്പൊ എനിക്ക് വിശ്വാസമായി. അതെങ്ങനെ അവരറിഞ്ഞ്? അത് ഞാൻ ഇന്നലെ കടയിൽ പോയില്ലേ വൈകുന്നേരം, അപ്പൊ ഞാൻ അവനോടൊന്ന് സൂചിപ്പിച്ചായിരുന്നു. അവൻ വല്ലാത്ത പരദൂഷണാടാ. അപ്പൊ ഈ നേരം കൊണ്ട് നാട്ടുകാരെ മുഴുവൻ അവൻ അറിയിച്ചിട്ടുണ്ടാവും. ആ പരദൂഷണം പ്രഭയേക്കാൾ വലിയ പരദൂഷണമാണ് അവൻ. ചേച്ചി അയ്യോ ക്ഷമിക്കണേ, നീ ഇവിടെ നിൽക്കണ കാര്യം ഓർത്തില്ല. അത് കുഴപ്പമില്ല ചേച്ചി, എല്ലാരും പറയും ഞാൻ പരദൂഷണാണെന്ന്. ഞാനാണെങ്കിൽ
ഒരാളുടെ ഒരു കാര്യം കേട്ടാ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ പുറത്തോട്ട് കളയും. ഈ പുറത്തോട്ട് പോണ സംഭവം ആരൊക്കെ കേക്കണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അല്ലാണ്ട് ഞാനായിട്ട് പറയാറില്ല. എടാ മോനെ, ഫ്രീ ആയിട്ട് ചേച്ചിയൊരു ഉപദേശം തരാം. ദുബായി പോയാല് എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കാം. നാട്ടില് നന്ന് ഞണ്ണാളേ കിട്ടുള്ളൂ. ദുബായി പോയിട്ട് എത്ര പേരാണ് രക്ഷപ്പെട്ടേക്കണത്. അതിന് ചേട്ടൻ നാട്ടിൽ തന്നെ നിൽക്കാൻ മുഴുവനായിട്ടൊന്നും തീരുമാനിച്ചിട്ടില്ല. അവന്റെ സംസാരം കേട്ടിട്ട് ഏകദേശം തീരുമാനിച്ചുറപ്പിച്ച പോലെയാണ്. ഇവര് ഞാൻ പോട്ടെ, എനിക്ക് കുടുംബശ്രീയിലും കൂടി ഒന്ന് കയറണം. ഇന്ന് വടക്കേല നമ്മുടെ വീട്ടിലാണ് കുടുംബശ്രീ, അവിടെയും കൂടി ഒന്ന് കയറണം. ഇന്നത്തേക്കുള്ളായി. ശരിട്ടാ. ഇന്നത്തോടുകൂടി ചേട്ടൻ തിരിച്ചു പോകുന്നില്ലെന്നുള്ള കാര്യം ഈ പഞ്ചായത്തിൽ അറിയാത്തവരെ കൂടി അവരറിയിച്ചോളൂ. അവൾ ഇവിടെ വന്ന് ഒളിഞ്ഞു നോക്കിക്കണ കാര്യം ഞാൻ അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കാൻ പറഞ്ഞേനെ നിങ്ങളോട്. പരദൂഷണത്തിന്റെ അൾട്രാ പ്രോ മാക്സ് ആണ് അവര്. അതെ. ചേട്ടാ, അത് പറഞ്ഞപ്പോഴാ ഓർത്തത്, എനിക്ക് ഐഫോൺ പ്രോ മാക്സ് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നായിരുന്നാ? ഐഫോണാ? ഐഫോൺ ഇല്ലാണ്ട് കഞ്ഞിക്ക് വെള്ളം ഇടാൻ പറ്റണ്ടാവില്ലേ നിനക്ക്? എന്നോട് കൊണ്ടുവരാന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ചോദിച്ചത്. അവൻ എന്തൊക്കെ സാധനങ്ങൾ എന്നോട് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതുവരെയും കൊണ്ടുവന്നിട്ടില്ല. ഞാനാ ചോദിച്ചിട്ടില്ല, അവനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അമ്മ എന്താണ് എന്നോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുള്ളത്? ഇതുവരെ പറഞ്ഞ സാധനങ്ങളെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നിന്നോട് ഞാൻ 5 പവന്റെ മാലേ അല്ലെങ്കിൽ ഒരു 3.5-4 പവന്റെ വാളയെ കൊണ്ടുവരാൻ വേണ്ടി നീ കൊണ്ടുവന്നാടാ. ദുബായിലൊക്കെ വിലയില്ലല്ല സ്വർണത്തിന്, ഇവിടെ ആണെങ്കിൽ തീ പിടിച്ച വിലയാണ്. അമ്മേ, ദുബായിലും സ്വർണത്തിന് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടത്തേക്കാൾ ഒരു 2000-3000 രൂപ വ്യത്യാസം അത്രേ ഉള്ളൂ. അത്രയും വ്യത്യാസമില്ലേ? ഇവിടെ അറിയണ ജ്വല്ലറി പോയാൽ പോലും ഒരു 1000 രൂപ, വെറും 1000 രൂപ കുറച്ച് തരൂല അവര്. എടി, ആ ഷൈലജയാണാ കേറി വന്നത്? എന്റെ കണ്ണത്ര പിടിക്കണില്ല. അതെ അമ്മേ, അതവള് തന്നെയാണ്. ചേട്ടനെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടേ സഹായം വല്ലതും ചോദിക്കാൻ വന്ന വരവായിരിക്കും. വല്ല സഹായം ചോദിച്ചാ ഇല്ലെന്ന് ഞങ്ങൾ പറഞ്ഞേക്കിട്ടാ. സഹായം ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റൂലമ്മേ, അവൻ എന്നെയും അതുപോലെ സഹായിച്ചിട്ടുണ്ട്. ചേട്ടാ, വാ സുഖമായിട്ടിരിക്കണം. ഇങ്ങോട്ടായിട്ട് ഇറങ്ങിയാണോ ശൈലജ? പിന്നല്ലാതെ, നീ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുള്ള വരവാണെന്ന് കണ്ടറിഞ്ഞൂടെ? അത് പിന്നെ ചോദിക്കണോടെ മോനെ. അമ്മേ, അമ്മ പറഞ്ഞത് നേരാണ് ചേട്ടാ. എന്നോട് ഓട്ടോ ഓടിക്കണ വാസു ചേട്ടനില്ലേ, ചേട്ടനാ പറഞ്ഞ ചേട്ടൻ വന്നിട്ടുണ്ടെന്ന്. അപ്പൊ ഒന്ന് കേറി കണ്ടിട്ട് പോകാല്ലാന്ന് വിചാരിച്ച്. ഞാനിവിടെ അടുത്താണ് ഇപ്പൊ പണിക്ക് വന്നത്, ഒരു അപ്പൂപ്പനെ അമ്മൂമ്മനെ നോക്കാൻ വേണ്ടിയിട്ട്. കുടുംബശ്രീയിലെ കുറെ പെണ്ണുങ്ങൾ പറയുന്നുണ്ടായിരുന്നു, കാണ്ടക്കാരന്റെ വീട്ടിലെ അച്ഛനമ്മനെ നോക്കാൻ ഒരു പുതിയ പെണ്ണ് വന്നിട്ടുണ്ടെന്ന്. അത് നീയായിരുന്നല്ലേ? ഒരറിയുന്ന ചേച്ചി വഴി കിട്ടിയതാണ്. 500 രൂപ ദിവസവും കിട്ടും. ഇപ്പോഴത്തെ ഞങ്ങളുടെ സാഹചര്യം അനുസരിച്ച് 500 രൂപയൊക്കെ വലിയ തുകയാണ് ചേട്ടാ. അവര് ചോറും കറിയൊക്കെ തരുമോടി മോളെ. പണ്ടേ മുതലേ അവര് ഭയങ്കര പിശുക്കരാണേ. അതൊക്കെ തരും, പക്ഷെ ഞാൻ കഴിക്കാറില്ല, ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരും. അവിടത്തെ തള്ളനെ പിന്നെ സഹിക്കാം, പിശുക്ക് മാത്രമുള്ളൂ എന്ന് വിചാരിക്കാം. പക്ഷെ അയാളില്ലേ, അവിടുത്തെ കാർന്നോര് ഇത്തിരി ഭക്ഷണമെന്നാണ് കേട്ടിട്ടുള്ളത്. അവിടെ മുറ്റടിച്ച് വരാൻ എന്നെ പെണ്ണിനെ തൊട്ടുന്നാ പിടിച്ചെന്നാ അങ്ങനെ എന്തോ പറഞ്ഞ് കേസൊക്കെ ഉണ്ടായിരുന്നു കുറെ നാള്. ഒന്ന് സൂക്ഷിച്ചോട്ടെ നീ. ഇല്ല, അപ്പൂപ്പൻ ഇപ്പൊ ഒട്ടും വയ്യാണ്ട് കിടക്കാണ്. 1-2 കിടന്ന കിടപ്പിലാണ്. അണ്ണാ മൂത്താലും മരം കയറ്റം മറക്കോ? സൂക്ഷിച്ചാ നിനക്കൊള്ളാം. പിന്നെയാണെങ്കിൽ നീ പഠിച്ചിട്ടുമില്ല, 18ാമത്തെ വയസ്സിൽ അവന്റെ ഒപ്പം വിളിച്ചോടി പോന്നല്ലേ. പഠിച്ചിരുന്നെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയൊക്കെ നോക്കായിരുന്നു. ഇതിപ്പോ അത് സഹിക്കേണ്ട വരും. വന്ന കാലത്ത് നിൽക്കാതെ ഇരിക്കും ശൈലജ. കുട്ടികളൊക്കെ എന്ത് പറയണു? അവരൊക്കെ സുഖമായിട്ടിരിക്കണെന്ന് പറയാ. എന്ത് ശൈലജ ഒരു വിഷമം പോലെ? അത് ചേട്ടൻ മരിച്ചതിന് ശേഷം വീട്ടിലെ അവസ്ഥയും പിള്ളേരുടെ കാര്യമൊക്കെ ഇത്തിരി മോശമാണ്. പെട്ടെന്നുള്ളൊരു മരണം വരുന്നല്ല ചേട്ടൻ്റെ. എന്തു പറയാനാണ് ചേച്ചി, നമ്മുടെ തലയിൽ വിധിച്ചല്ലേ നടക്കൂ. അപ്പോ പിള്ളേരുടെ പഠിത്തത്തിലും അതുപോലെ തന്നെ അവനുണ്ടാക്കി വെച്ച കടമൊക്കെ തീർക്കാനായിട്ട് ടേം ഇൻഷുറൻസിന്റെ പൈസ കിട്ടിയില്ലേ? അവൻ മരിക്കുന്നതിന് മുന്നായിട്ട് ഒരു ടേം ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ടേം ഇൻഷുറൻസാ? അതെന്താ, ചേട്ടനത് എടുത്തായിരുന്നോ? അവൻ എടുത്തായിരുന്നേ. ഞാനും അവനും ഒരുമിച്ച് ഗൾഫിലുണ്ടായിരുന്ന സമയത്തല്ലേ അവൻ എടുത്തത്. ടേം ഇൻഷുറൻസ് എടുത്തതിന് ശേഷം അയാൾ മരണപ്പെട്ടാല് അവരുടെ കുടുംബത്തിന് 2 കോടി രൂപ പോലുള്ള വലിയൊരു തുക നഷ്ടപരിഹാരമായിട്ട് കിട്ടും. നിങ്ങളതെങ്ങനെ എടുത്തേ? അതിനെ പറ്റിയൊന്നും ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അത് ഞങ്ങളെ ഓൺലൈനായിട്ടാണ് എടുത്തത്. അങ്ങനെ എടുക്കുമ്പോ അതിൽ ഇന്ത്യയിലെ സർക്കാരും പ്രൈവറ്റും ആയിട്ടുള്ള 51ഓളം കമ്പനികൾ താരതമ്യം ചെയ്ത് നോക്കി നമുക്ക് ഇഷ്ടമുള്ള പ്ലാനുകൾ തിരഞ്ഞെടുക്കാൻ പറ്റും. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അല്ല, 2 കോടി രൂപയൊക്കെ കിട്ടുമെന്ന് വെച്ചാ വലിയ പൈസ അടച്ചിട്ടാണ് അപ്പൊ ഇതൊക്കെ എടുത്തത്? ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിരുന്ന ലിങ്കിൽ പോയാല്, അല്ലെങ്കിൽ ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും 820 രൂപ മുതൽ തുടങ്ങുന്ന പ്ലാനുകൾ കാണാം.
പിന്നെ പ്രവാസികൾക്ക് 18% വരെ GST ഇളവുണ്ട്. ഇനി വർഷാവർഷമാണ് ഒന്നിച്ച് പ്രീമിയം അടച്ചാൽ 5% വരെ അഡീഷണൽ ഡിസ്കൗണ്ട് കിട്ടും. അപ്പോ ടോട്ടല് 23% വരെ ഡിസ്കൗണ്ട് കിട്ടും. അതുകൊണ്ട് അത്ര വലിയ പൈസ ഒന്നും ആവില്ലെന്നേ. അന്ന് ചേട്ടന്റെ കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നായിരുന്നു, അതിൽ കുറെ പേപ്പറുകളുണ്ട്, അതൊക്കെ ഞാൻ എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലുണ്ടാവും. അവന്റെ പാസ്പോർട്ടിന്റെ ഒപ്പമാണ് അതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ വെച്ചെന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ അതിലുണ്ടാവും. എന്നാ ഞാൻ ചെന്നിട്ട് നോക്കട്ടെ, എന്നിട്ട് ഞാൻ വിളിക്കാം. സുകേഷിന് ഒരു അനിയൻ ഉണ്ടായിരുന്നില്ല, അവനിപ്പോ എന്ത് ചെയ്യാണ്? അവനിപ്പോ ടിപ്പർ ഓടിക്കണം ചേട്ടാ. അവര് വീട് മാറി താമസിച്ച് ടൗണിലോട്ട് പോയി, അവളുടെ വീടിന്റെ അടുത്ത്. ഇപ്പൊ തറവാട്ടില് ഞാനും പിള്ളേരും അച്ഛനും അമ്മയും മാത്രം. എടി മോളെ, അവനിപ്പോ പണ്ടത്തെ പോലെ കള്ളുടി ഉണ്ടാടി. പണ്ട് ഇവിടെ ഉണ്ടായിരുന്നപ്പ കള്ളുടിച്ച് തോട്ടി കിടക്കാറുണ്ട് എപ്പോഴും. കള്ളുടിക്ക് കുറവൊന്നുമില്ലമ്മേ. എങ്ങനെ നന്നാവാനാ, പാമ്പ് പപ്പുണ്ണിയുടെ മോനല്ലേ, അതൊക്കെ അങ്ങനെ വരുള്ളൂ. സുകേഷൻ നല്ലൊരുത്തനായിരുന്നു കേട്ടാ. ചെറുതിലെ, തീരെ ചെറുതിലെ ഇവനൊക്കെ റേഷൻ കടയിൽ പോണ പ്രായത്തിലും അവൻ പണിക്ക് പോകുമായിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ടാണ് അവൻ ജീവിച്ചത്. അവനാണ് ആ വീട് അങ്ങനെയൊക്കെ ആക്കിയെടുത്തത് തന്നെ. എടി, അവൻ മരിച്ചിട്ട് ഇപ്പൊ 2-3 കൊല്ലമായില്ലേ. നിനക്ക് വേറൊരു കല്യാണമൊക്കെ ഒന്ന് നോക്കായിരുന്നില്ലേ? ഇല്ലമ്മേ, ഇനിയൊരു ജീവിതം വേണ്ടാന്ന് തീരുമാനിച്ചത് ഞാൻ തന്നെയാ. ചിലപ്പോ കല്യാണം കഴിച്ചാ എനിക്കൊരു ഭർത്താവും, പക്ഷെ എൻ്റെ മക്കൾക്കൊരു അച്ഛനാവില്ല. തത്വമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഇങ്ങനെ ഇരിക്കലുണ്ടാവുള്ളൂ മോളെ. നല്ല പ്രായത്തിലാവുമ്പോ ചെക്കന്മാര് വരും കെട്ടാനായിട്ട്. കുറച്ചും കൂടി പോകെ വയസ്സായ ഒരു മനുഷ്യരുണ്ടാവില്ല. പിള്ളേരും വലുതാവും, അവരവരുടെ ജോലി ജീവിതമൊക്കെ ആയിട്ട് പോകും. പിന്നെ നീ ഒറ്റക്കാവും അവസാനം. ഇല്ല, ഇനിയൊരു കല്യാണം ഞാൻ സ്വപ്നത്തിൽ പോലും ആലോചിച്ചിട്ടില്ല. അപ്പൊ എല്ലാം നിന്റെ വിധി പോലെ നടക്കട്ടെ. ഞാൻ പറയാനുള്ള പറഞ്ഞു, എന്റെ മോളെ പോലെ കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടൊരു മുഷിച്ചിലും തോന്നണ്ട. കുഴപ്പമില്ലമ്മേ, ഇതൊക്കെ ചേട്ടൻ മരിച്ച് 2 മാസം കഴിഞ്ഞപ്പോ തുടങ്ങി ഓരോരുത്തരായിട്ട് എന്നോട് ഒന്ന് പറയണതാ. ഇപ്പൊ കേട്ട് മടുത്ത്, അതുകൊണ്ട് ഇപ്പൊ കുഴപ്പമില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ കേട്ടാ. ശരി. ഓ ഭാഗ്യം, അവള് സഹായം ചോദിക്കാൻ മറന്നു തോന്നണു. മറന്നെങ്കിൽ നന്നായി. ഈ വന്നോരെയും പോണോരെയൊക്കെ സഹായിക്കാൻ നിന്നാ പിന്നെ അതിനേ നേരം ഉണ്ടാവുള്ളൂ. ഇന്ന് രാവിലെ വലിയൊരു കോളിമ്പല്ലടി കേട്ടിട്ടാണ് ഞാൻ എനിക്ക് വന്നത്. അപ്പൊ ഒരു പിച്ചക്കാരൻ നിൽക്കണം ഇവിടെ. അപ്പൊ ഇയാള് വേണം ദുബായിലെ ചേട്ടന്റെ വീടല്ലേ ഇത്, എന്തെങ്കിലും തരുമെന്ന്. എനിക്കത് കേട്ടപ്പോ അങ്ങോട്ട് പ്രാന്ത് കയറി. എന്തിനാണ് ഈ പറയാനും പിടിക്കാനൊക്കെ പോണത്? ഒരു 10 രൂപ എടുത്ത് കൊടുത്താൽ പോലെ സന്തോഷമായിട്ട് പോകൂലേ? 10 രൂപ അത് കൊടുത്തു നോക്ക്, ഒരു മോത്തെറിഞ്ഞിട്ട് പോവും. 50 രൂപ മിനിമം കൊടുക്കണം അവർക്ക്. ഇനിയിപ്പോ പൈസ ഇല്ല, അടുത്ത വെള്ളിയാഴ്ച വാന്നെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പൊ പറയും ഗുളുപേ ഉണ്ട്, അതിന് ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം കാണിക്കും. ഇപ്പൊ എല്ലാം ഹൈടെക് ആയമ്മേ. എന്ത് ടെക്കാണെങ്കിലും പിച്ചക്കാരനെന്നും പിച്ചക്കാരൻ തന്നെയല്ലേടി, അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടാവോ? ഇപ്പൊ നീ തന്നെ പറഞ്ഞില്ലേ 10 രൂപ കൊടുത്താ പോകുന്നു. കാലമൊക്കെ മാറിപ്പോയി മോനെ. ഇപ്പൊ 10 രൂപക്ക് പിള്ളേരുടെ ലേസ്, 5 രൂപയുടെ ലേസ് 2 പാക്കറ്റ് കിട്ടും. കോലുമിഠായി 5 എണ്ണം കിട്ടും. 10-18 എണ്ണം കിട്ടിയിരുന്ന സാധനത്ത് 10 എണ്ണം അല്ലെങ്കിൽ 5 എണ്ണം ഒക്കെ കിട്ടും. അപ്പൊ എങ്ങനെ ഇരിക്കുന്നു? കാലം മാറിപ്പോയി. ഇതാണ് പറയണത്. നിനക്ക് ഈ നാട്ടിലൊക്കെ ഒന്നും അറിഞ്ഞൂടെ? ഇപ്പൊ ഒരു 10-20 കൊല്ലായില്ലേ നീ അവിടെ നിൽക്കണേ. ഇനി ബിസിനസ് ഒക്കെ ചെയ്ത് എങ്ങനെ നന്നാവാനാണ് എനിക്കൊന്നല്ല. അതുകൊണ്ടാണ് വേണ്ട മോനെ വേണ്ടാന്ന് ഞാൻ പറയണത്. അമ്മ പറയണേ കറക്റ്റ്. അമ്മ പറഞ്ഞതേ ചേട്ടന് പിടിച്ചിട്ടില്ലെന്ന് തോന്നണ്. പോയ പോക്ക് കണ്ടില്ലേ? ആർക്ക് പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും ഞാൻ പറയാനുള്ളത് പറയും. നാളെ തന്നെ ഇവന്റെ അനിയത്തിമാരെ ഇങ്ങോട്ട് വിളിക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. എന്നാലും എന്റെ ചേട്ടന് ഇങ്ങനത്തെ ഒരു തീരുമാനമൊക്കെ എടുക്കുന്നതിന് മുന്നേ ചേട്ടന്റെ അളിയന്മാരോട് ഒന്ന് ചോദിക്കണ്ടേ? ഒരു വട്ടമെങ്കിലും ചോദിക്കണ്ടേ? എന്തിന്? ഞാൻ എന്റെ ജോലി വേണ്ടെന്ന് വെച്ച് ഇങ്ങോട്ട് പോന്നേന് ഞാൻ അളിയന്മാരോട് ചോദിക്കേണ്ട ആവശ്യം? അല്ല, രോഹിണി ചേച്ചി പറഞ്ഞാലും കാര്യമുണ്ട്. 2 അളിയന്മാരല്ലേ ഉള്ളൂ, അവരോടൊന്നും അഭിപ്രായം ചോദിക്കായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് വന്ന കാര്യം പറഞ്ഞപ്പോ തന്നെ അനീഷേട്ടൻ പറയാ, എന്തിനാണ് ഞാൻ വന്നത്, എന്നോട് ഒരു അഭിപ്രായം ചോദിക്കാത്ത ആങ്ങളനോട് ഞാൻ എന്ത് പറയാനാണെന്ന്. അല്ല, ഈ പറഞ്ഞ അനീഷ് കാറ് മേടിച്ച്, വീട് മേടിച്ച്, ബിസിനസ് തുടങ്ങി, അപ്പോഴൊന്നും നമ്മളോട് ചോദിച്ചില്ല. അല്ല, ഞങ്ങള് ചോദിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധവും പിടിച്ചില്ല. അയ്യോ ചേട്ടാ, അതൊക്കെ പെട്ടെന്ന് നടന്ന കാര്യമല്ലേ, അതാണ് ചോദിക്കാതിരുന്നത്. പിന്നെ കാറ് മേടിക്കണതും അതുപോലെ തന്നെ വീട് മേടിക്കണൊക്കെ പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ലേ? രാവിലെ പോയി ഉച്ചക്ക് മേടിക്കാം അല്ലേ? ഞങ്ങളൊക്കെ മണ്ടന്മാരായതുകൊണ്ട് അതൊക്കെ വിശ്വസിക്കണം. എന്റെ ചേട്ടാ, അതൊന്നും പറഞ്ഞില്ലെങ്കിലും ഇപ്പൊ വലിയ കാര്യമൊന്നും അല്ല, അത് വലിയ സംഭവമുള്ള കാര്യമൊന്നും അല്ല ഇത്. പക്ഷെ അങ്ങനെയാണോ? ദുബായിൽ നല്ല മാണിക്കാത്ത ജോലിയും കളഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കണ്. എവിടെയെങ്കിലും നടക്കണ കാര്യമാണ് അത്. എടി മോളെ, ഞാൻ ആദ്യമായിട്ട് ദുബായിക്ക് പോകുമ്പോഴേ നീ 10ാം ക്ലാസ്സിലും ഇവിടെ 7ാം ക്ലാസ്സിലുമാണ്. അവിടെ നിന്നൊക്കെ നിങ്ങളെ പഠിപ്പിച്ച്, കല്യാണം കഴിപ്പിച്ച്, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടത്തി, വീട് പണിത്, കടങ്ങൾ ഒരുവിധം ഉണ്ടായെങ്കിൽ ഒതുക്കി, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 10-20 കൊല്ലം പ്രവാസിയായിട്ട് ജീവിച്ചിട്ടാണ്. ഇനി ബാക്കിയുള്ള കാലം ഇവിടെ നാട്ടിൽ നിൽക്കാനാണ് എന്റെ ആഗ്രഹം. ആഹാ, നാട്ടിൽ നിൽക്കണാണ് ചേട്ടന്റെ ആഗ്രഹം. അത് കുഴപ്പമില്ല, കുറച്ചാൾ നാട്ടിൽ നിൽക്കട്ടെ, ആഗ്രഹമൊക്കെ തീർത്തിട്ട് തിരിച്ചു പോയാൽ മതി. ഇനി പോകൂലെന്ന് പറയരുത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്.
ഓ, എന്റെ പൊന്നി ചേട്ടാ, ഞാനാണെങ്കിൽ മൂന്നാമത് പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്നത്, ഇവളാണെങ്കിൽ ഒന്നാമത്തെ. അപ്പൊ ഞങ്ങളുടെ സർവ്വ ചെലവ് നോക്കേണ്ട ചേട്ടനല്ലേ. പിന്നെയാണെങ്കിൽ എനിക്കുള്ളത് മൂത്തത് ഒരു മോള്. ദേ കണ്ണടച്ച് തുറക്കുമ്പോഴാണ് അവള് വളർന്നു വലുതാവണത്. അവളുടെ കാര്യം വരുമ്പോഴേക്ക് എന്ത് ചെയ്യും? ചേട്ടനും പിള്ളേരുള്ളല്ലേ, അവരുടെ കാര്യമൊക്കെ ആലോചിക്കണ്ടേ. നമ്മളൊരു കാര്യം തീരുമാനിക്കുമ്പോഴേ നമ്മൾ ഇതൊക്കെ ആലോചിക്കണം. രോഹിണി മോളെ, നീ വല്ലാതെ മാറിപ്പോയിട്ടാ. ഓ, അത് വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം എന്ന് ഛർദിയാണ് ചേട്ടാ, അതാണ്. അതല്ല ചേട്ടാ, ലീവ് കഴിഞ്ഞ് പോണേടോ ചേട്ടാ. 45 ദിവസം ലീവ് എത്ര പെട്ടെന്നാണ് പോയത്. അയ്യോ, എനിക്ക് സഹിക്കണില്ലേ. നാട്ടിൽ എന്തെങ്കിലും ജോലി നോക്കി ചേട്ടാ, നാട്ടിൽ നിൽക്കാല്ല. നമുക്ക് അനിയത്തിമാർക്കും ചേട്ടനും എല്ലാവർക്കും ഒന്നിച്ച് എപ്പോഴും കാണാല്ല. അയ്യോ, എനിക്ക് സഹിക്കണില്ലേ. അയ്യോ, പിന്നെന്താ ചേട്ടാ? ഒന്നുമില്ല ചേട്ടാ, ഞാൻ ഒരു കാര്യം പറയാം. ചേട്ടൻ ഇനി തിരിച്ച് ദുബായിലോട്ട് പോകുന്നില്ലെങ്കിൽ പിന്നെ ഞാനും അനീഷ് ചേട്ടനും ഇങ്ങോട്ട് വന്ന കാര്യം അത് ഉണ്ടാവാൻ സാധ്യതയില്ല കേട്ടാ. നീ മാറിപ്പോയി മോളെ. കാലത്തിനൊത്ത് കോലം മാറണ്ടേ ചേട്ടാ, അതാ ഞാൻ പിന്നെ ചുരിദാറാക്കിയത്. അനീഷ് ചേട്ടൻ പറയും ചുരിദാർ ഇട്ടാ എനിക്ക് 5 വയസ്സ് കുറവാണെന്ന്. ആണാ? മേലെ എനിക്ക് കാണാൻ മേലെ, എന്റെ ചേട്ടൻ ദുബായിക്ക് പോണത് എനിക്ക് കാണാൻ മേലെ. ഞാനിത് എങ്ങനെ സഹിക്കും? എനിക്ക് 2 ആഴ്ചത്തേക്ക് ഉറക്കം ഉണ്ടാവൂല. ഇത് തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും ചേട്ടനോട് മാറി മാറി പറഞ്ഞത്. പക്ഷെ ചേട്ടൻ മനസ്സിലാക്കണ്ടേ. അമ്മ വിളിച്ച് ഈ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച് ചേട്ടത്തി പറഞ്ഞിട്ടായിരിക്കും ചേട്ടൻ തിരിച്ചു പോവാത്തതെന്നാ. അയ്യോ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ദേ ഈ നിമിഷം വരെ ചേട്ടനോട് തിരിച്ചു പോകാനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ചേട്ടത്തിക്ക് വിവരമുണ്ട്, അതുകൊണ്ട് ചേട്ടത്തി ഈ കാര്യം പറയണം. ഇക്കാലത്തെ ഭാര്യയുടെ വാക്ക് കേൾക്കണവനെ രക്ഷപ്പെടൂ. നീ എന്താണ് പറയണത്? സ്വർണം കുറച്ച് കുറവാണെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചവളെ വീട്ടിൽ കൊണ്ടാക്കണമെന്നാ? അയ്യോ ചേട്ടാ, അങ്ങനെയല്ല പറഞ്ഞത്. വാക്കിന് വിലയുള്ളവരാണെങ്കിൽ കറക്റ്റ് സ്വർണം തൂക്കത്തിന് കൊടുത്തയക്കണമായിരുന്നു. ഇതിപ്പോ അമ്മയും രോഹിണി ചേച്ചൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ ആരോട് പറയാനൊന്നും പോണില്ല. എന്താ ആവശ്യം ഇരിക്കണം? ഞാനേ കൈകൊണ്ട് നല്ലോണം തൂക്കി നോക്കിയതാണ്. 2 പവൻ എന്തായാലും കുറവുണ്ട്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കുള്ള സ്വർണം മതി. ഓ, അവള് വന്നു കയറിയിട്ട് 2 ദിവസമായിട്ടുള്ളൂ. അപ്പേക്ക് അവളുടെ സൈഡായാ? ആയിക്കോട്ടെ ചേട്ടൻ, ഞങ്ങളൊന്നും വേണ്ട, ഞങ്ങളൊന്നും പറഞ്ഞ കേൾക്കണ്ടെങ്കിൽ ഓക്കെ. ആ ഭാര്യയുടെ വാലിപ്പ അവരുടെ വള്ളിയിൽ നിന്ന് തൂങ്ങിയിട്ട് നടന്നോ. ഓ, ഇതുവരെ ഭാര്യയുടെ വാക്ക് കേട്ട് നടക്കണം ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല. അത് ചേട്ടൻ മനസ്സിൽ കുറിച്ച് വെച്ചോ. എത്ര പെട്ടെന്നാണല്ലേ ആൾക്കാരൊക്കെ ഇങ്ങനെ മാറിപ്പോണത്, വിശ്വസിക്കാനും കൂടി പറ്റുന്നില്ല. എന്തേലും പറഞ്ഞോ ചേട്ടാ? ഇല്ല ഇല്ല. കണ്ണമ്മോനെ. ആ മുമ്മേ, വാ വാ. എന്തിനാണ് അമ്മേ ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വന്നത്? അവൻ അങ്ങോട്ട് വരുമായിരുന്നല്ല. എടി, അവൻ വന്നിട്ട് 2 ദിവസമായിരുന്നു വാസന്തി എന്നോട് പറഞ്ഞേ. പിന്നെ ഇപ്പൊ എനിക്ക് നടക്കാനൊന്നും വലിയ കുഴപ്പമില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് പതുക്കെ നടന്നു പോകുന്നു. ഞാനിന്ന് വൈകിട്ടാവുമ്പേ അങ്ങോട്ട് ഇറങ്ങാന്ന് വിചാരിച്ചിരിക്കുന്നു. രാവിലെ തുടങ്ങി ഒതുക്കത്തെ മഴയല്ലേ. നീ തിരിച്ച് ദുബായിക്ക് പോണില്ലെന്ന് ആരോ പറയണ കേട്ടല്ല. ആ മുമ്മേ, ഇവിടെ എന്തെങ്കിലും നാട്ടില് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാന്നാണ് വിചാരിക്കണത്. ആ, നല്ല കാര്യം മക്കളെ. എപ്പോഴും നിങ്ങളെയൊക്കെ കാണാല്ല. എന്തിനെല്ലാ ദിവസവും ചെറുക്കനെ കണ്ടിട്ട്? അവൻ എങ്ങനെയെങ്കിലും പോയി നന്നാവട്ടെ, 4 കാശ് പുത്തമ്പണം ഉണ്ടാവട്ടെ കയ്യിൽ നിന്നല്ലേ വിചാരിക്കേണ്ടത്. എന്നും കാണുന്നേ. അല്ലെങ്കിലും അതെ, അമ്മക്ക് പണ്ടേ ബോധമില്ല. എടീ, പണ്ടേ അവന് നാട്ടിൽ നിൽക്കാനാണ് ഇഷ്ടം. പണ്ട് പുറത്ത് നിൽക്കുമ്പോ പ്ലെയിൻ പോണാണുമ്പോ ഞാൻ ചോദിക്കടാ മോനെ നിനക്കും കയറണ്ടേടാ അതിനകത്തൊന്ന് ചോദിക്കുമ്പോ വേണ്ട അമ്മ എനിക്ക് ബസ്സിൽ കയറിയാ മതി എന്ന് പറയുന്നത്. ഓ എടീ, അവനെല്ലാം ചെയ്തിട്ടല്ലേ നാട്ടിലോട്ട് പോകുന്നത്. 2 പെങ്ങന്മാരുണ്ടായിരുന്നതിനെ പഠിപ്പിച്ചിട്ട് വലിയ ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും പഠിപ്പിച്ച് കെട്ടിച്ച് വിട്ടുകാരുടെ സകല കാര്യങ്ങളും നടത്തി. വീട്ടിലെ കടവും തീർത്ത് വീടും പണിത്. ഇപ്പം ചെറിയ ചെറിയ കടങ്ങൾ അതൊക്കെ ഇവിടെ നിന്നാണെങ്കിലും വീട്ടിൽ കൂടെ. അവനിനി നാട്ടിൽ നിൽക്കട്ടെ. അമ്മക്ക് അത് അങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. ബിസിനസ്സൊക്കെ തുടങ്ങി വിജയിച്ചില്ലെങ്കിൽ കഷ്ടപ്പെടാൻ പോണ എൻ്റെ മക്കളാണ്. എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് പുറത്തു പോയി പണിയെടുത്ത് കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറയണത്. ഞാനൊരു കാർ വാഷിങ്ങിന്റെ കാറൊക്കെ കഴുകി കൊടുക്കൂലേ, അതിന്റെ ബിസിനസ് തുടങ്ങാന്നാ വിചാരിക്കണത്. ഈ കാർ വാഷൊക്കെ ചെയ്തിട്ട് ആരെങ്കിലും വിജയിച്ച് കണ്ടിട്ടുണ്ടാ? ഇപ്പൊ മുക്കിലും മൂലയിലും കാർ വാഷാണ്. എടി, മുക്കിലും മൂലയിലെ കാർ വർക്ക്ഷോപ്പാണെങ്കിലും നല്ലോണം ചെയ്തു കൊടുത്ത ആൾക്കാർ വരും. അതിനുള്ള വിൽ പവർ അവനുണ്ട്. എടി, ദൂരെ പോയി ജോലി ചെയ്യുന്നവരുടെ അവസ്ഥ അവർക്കേ മനസ്സിലാവൂ. നാട്ടിൽ നിന്ന് നമ്മുടെ സ്വന്തം വീട്ടിൽ വന്ന് ജോലി കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങണേൻ്റെ സുഖം ഒന്നിനും കിട്ടൂല. ഓ പിന്നെ ആ മൂട്ടക്കടിയുള്ള കിടക്കെ കിടന്നാലും മതി.
അമ്മൂമ്മ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു കൊടുക്കല്ലേ. ഞങ്ങളെല്ലാരും കൂടി ചേർന്ന് ചേട്ടന്റെ മനസ്സ് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. നീ മിണ്ടാതിരുന്നോട്ടാ. നീയാണ് ഈ ചക്കൻ ഇത്ര നാളും വീട്ടിൽ വരാതാക്കിയതിന്റെ ഒരു ഉത്തരവാദി. അവള് 25 പവനിട്ടേ വീട്ടിൽ നിന്ന് ഇറങ്ങൂ. അത് പിന്നെ കല്യാണത്തിന് സ്വർണ്ണമൊന്നും ഇടാണ്ട് എങ്ങനെയാണ് അമ്മൂമ്മേ? എൻ്റെ ഒരു ആഗ്രഹം ഞാൻ എൻ്റെ സ്വന്തം അമ്മനോടൊന്ന് പറഞ്ഞ്. അതല്ലേ അത്രക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ 25 പവൻ ഉണ്ടാക്കണമായിരുന്നു, എന്നിട്ട് കെട്ടണമായിരുന്നു. ആ എൻ്റെ അമ്മൂമ്മേ, ചേട്ടൻ അങ്ങോട്ട് തിരിച്ച് ദുബായിലോട്ട് പോയാലല്ലേ ഞങ്ങൾക്ക് സുഖമായിട്ടൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ. നിന്റെ കെട്ടിയവന് തളർവാദമൊന്നും വന്ന് കിടപ്പിലായിട്ടില്ലല്ലോടി. അവനോട് പണിക്ക് പോകാൻ പറ. അവൻ പണിക്ക് പോയാൽ പകുതി പ്രശ്നങ്ങളും തീരും. ഈ അമ്മൂമ്മ പറഞ്ഞു ചേട്ടനെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തുന്നാ തോന്നണത്. അമ്മൂമ്മ പറഞ്ഞോട് മാത്രമല്ല, ഞാനത് തീരുമാനിച്ചിട്ട് തന്നെയാ നാട്ടിലോട്ട് വന്നത്. ഇനി അത് ആര് പറഞ്ഞാലും മാറ്റാനും പോകുന്നില്ല. പിന്നെടി ഇപ്പൊ ഭാര്യമാരുടെ പ്രസവത്തിന് ചെലവൊക്കെ നോക്കുന്നത് ഭർത്താക്കന്മാരാണ്, അല്ലാതെ ആങ്ങളമാരല്ല. എല്ലാ കാര്യത്തിലും മാറ്റം വരണം എന്ന് പറയാല്ല. ഇതിനൊക്കെയാണ് മാറ്റം വരേണ്ടത്. ആരാണോ ഉണ്ടാക്കുന്നത് അവര് തന്നെ ചെലവ് നോക്കട്ടെ. അപ്പോ ഉണ്ടാക്കാനും അധികം ശുഷ്കാന്തി ഉണ്ടാവൂല. അയ്യേ, ഒരമ്മൂമ്മ പറയേണ്ട വർത്താനോണിത്. അയ്യോ, എനിക്കതല്ല. എന്നാലും ചേട്ടനാളാകെ മാറിപ്പോയി. അതെടി മോളെ, ഞാനാകെ മാറിപ്പോയി. നിങ്ങളെല്ലാരും കൂടി എന്നെ മാറ്റിയത്. ഇനി ചർച്ച വേണ്ടാട്ടാ. ഒരു കാര്യം തീരുമാനിച്ച്, എന്തായാലും ഇനി തിരിച്ച് അങ്ങോട്ടില്ല. ഈ അമ്മ കാരണമാണ് മര്യാദക്ക് അവൻ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ തിരിച്ചങ്ങോട്ട് പോയേനെ. അമ്മൂമ്മേ, എനിക്ക് തിരിച്ചേ ദുബായിലോട്ട് പോകണമെന്ന് താല്പര്യമില്ല. പക്ഷെ അവളും അമ്മയെ സമ്മതിക്കാനുള്ള കട്ടക്ക് നിൽക്കുക. എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടേ അടങ്ങുമെന്നും പറഞ്ഞു. നാളെ ആണെങ്കിൽ പെങ്ങന്മാരും വരുന്നുണ്ട്. എന്താവോ എന്തോ. അമ്മൂമ്മക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എനിക്ക് പോവണ്ട അമ്മൂമ്മ അങ്ങോട്ട്. നിനക്കപ്പം നാട്ടില് നിക്കണം. ഞാനത് ശരിയാക്കി തരാം. ഞാൻ നാളെ അങ്ങോട്ട് വരാം, സെറ്റാക്കി തരാം. ഹലോ, ഞാൻ വീഡിയോയുടെ ഇടയിലായിട്ട് പ്രവാസികൾക്കായിട്ടുള്ള ടേം ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു കുടുംബത്തിൽ ഒരു പ്രവാസിയെങ്കിലും ഇല്ലാത്ത വീടുണ്ടാവില്ല അല്ലേ? അപ്പോൾ പ്രവാസികളായിട്ടുള്ള എല്ലാവരും നല്ല കാലമൊക്കെ നല്ലപോലെ കഷ്ടപ്പെട്ട് അവിടെ ജീവിച്ച് അവസാനം അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവരുടെ ഭാര്യയുടെയും കുട്ടികളുടെയൊക്കെ ജീവിതം അത്രയും കാലം ഉണ്ടായിരുന്ന പോലെ ആയിരിക്കില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ പ്രവാസികൾ നാട്ടിൽ ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെച്ചാൽ മതിയാവും. ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി കയറുകയോ അല്ലെങ്കിൽ കാണിച്ചേക്കുന്ന QR കോഡ് സ്കാൻ ചെയ്ത് കയറുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പല കമ്പനികൾ തമ്മിൽ താരതമ്യം ചെയ്തിട്ട് നമുക്ക് പറ്റുന്ന ടേം ഇൻഷുറൻസ് പ്ലാനുകൾ 23% വരെ ഡിസ്കൗണ്ടോടുകൂടി ഇപ്പൊ തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പൊ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. താങ്ക്